FFA വിത്ത് അസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ഫിലിമിൻ്റെ വിശേഷമായി വന്നിരിക്കുന്നതാണ് പുഷ്പ 2. ഒരുപാട് പേര് കണ്ട് അതിന് പല അഭിപ്രായങ്ങൾ തന്നിട്ടുള്ളതാണ്, പല ഊക്ക് കൊടുത്തിട്ടുള്ള ഫിലിമാണ് പുഷ്പ 2 എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്പോയിലറാണ്. പടം കണ്ടിട്ടില്ല, നിങ്ങൾ ഇനി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഈ വീഡിയോ കാണരുതെന്നുള്ളതാണ്. ഇനി അഥവാ കാണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ചില ഏരിയകളിൽ സ്പോയിലർ പറയേണ്ടി വരും. അതുകൊണ്ട് നിർബന്ധിത അവസ്ഥയാണ്. പുഷ്പ 2 എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അരോചകമെന്നല്ലാത്ത രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പുഷ്പ 2 വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഒരു മസാല പടത്തിൽ ഇതൊക്കെ തന്നെ വരുള്ളൂ. ശരിക്കും കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, വെളുപ്പിന് 4 മണിക്കുള്ള ഷോ ഒരു ഫിലിമിൻ്റെ ഒരു മൊത്തത്തിലൊരു ആസ്വാദ്യതയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം റീസെൻ്റ്ലി ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ഫിലിമിനെ കുറിച്ച് നല്ല അഭിപ്രായമായി വരുന്നുണ്ട്. ഒരുപാട് പേര് കണ്ടവർ ഭൂരിപക്ഷവും ആൾക്കാർ ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. പുഷ്പ 1 എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കെന്നല്ല, എനിക്കിഷ്ടമില്ലാത്തൊരു അത്തരം ഒരു കഥയോ പ്ലോട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാത്തൊരു ഫിലിമാണ്. ഞാനത് കണ്ടു, അത്തരത്തിൽ അതിനെ എടുത്തു. അതിനെ നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും പറഞ്ഞിട്ടില്ല. പുഷ്പ 2 നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് വലിയ 3 മണിക്കൂറും 10 മിനിറ്റും ഉണ്ടെന്നാണ് പറയണത്. ശരിക്കും അത് പിന്നെന്താണ്, ആ ലാഗ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത്രയും സമയം നമ്മൾ ഇതിൻ്റെ സ്പെൻഡ് ചെയ്തോ എന്നുള്ളത് പോലും നമുക്ക് സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ഫിലിം എന്ത് ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിപ്പെട്ടുള്ളത്. പക്ഷേ ഈ കഥയുടെ പ്ലോട്ടോ ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ് കൂടുതൽ പേരും. പിന്നെ അവർക്ക് ചിലപ്പം ഒരുപക്ഷെ ഈ പടത്തെ ഇഷ്ടപ്പെടണമെന്നില്ല. മെയിനായിട്ട് ഉറക്കമൊക്കെ കളഞ്ഞ് ഒരു ആസ്വാദ്യത മൂഡിലല്ല, ഒരു റിവ്യൂ മൂഡിലാണ് ഏകദേശം ആൾക്കാരും ഫിലിമിനെ സമീപിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് സിനിമ മോശമാവാൻ കാരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർ തന്നെ രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ അതിന് മാറ്റി പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ പലരും ലോജിക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ലോജിക്ക് ഈ മാസ് ഫിലിമിൽ ലോജിക്ക് എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ച് അല്ലു അർജുൻ്റെ ഫിലിമിൽ, വിജയുടെ ഫിലിമിൽ ഇതൊന്നും ലോജിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. 8 മടക്കി അങ്ങ് പെട്ടിയിൽ വെച്ചേക്കാനേ പറ്റുള്ളൂ. കേരളത്തിൽ എന്തായാലും ഈ ഒരു ഫിലിമിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂ വന്നതിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നതിൽ സന്തോഷിക്കുന്നു. കാരണം ലോജിക്കിനൊരു ഇനി വരുന്ന ഫിലിമിനെങ്കിലും ഒരു ലോജിക്കിനൊരു സ്ഥാനം ഉണ്ടാവുമല്ലോ. അത്തരത്തിലൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു മാറ്റത്തിനൊരു കാരണമാവട്ടെ. ഇന്ന മാസപടമാണ്. പിന്നെ അളിയൻ ഒരു വവ്വാല് പരുവത്തിലാണ് വരേണ്ടത്. തല കീഴായി കണ്ണൊക്കെ മൂടിക്കെട്ടി, അതും കുറേ നേരം അന്തരീക്ഷത്തിൽ നമ്മുടെ കയറിലൊക്കെ തൂങ്ങിക്കെട്ടി ജപ്പാനിൽ പലരും പറയുന്നുണ്ട്, ജപ്പാനിൽ എന്തിന് അടിയുണ്ടാക്കി. ഫിലിമിൻ്റെ ഏതൊരു വശത്തും ഇതിനെക്കുറിച്ച് ഒരു വക കാണിച്ചിട്ടുമില്ല. എന്തിനോ എന്തോ ആ ഒരു അവസ്ഥയിലാണ് അളിയൻ ജപ്പാനിൽ തൂങ്ങിക്കിടന്ന് അടിയുണ്ടാക്കിയത്. ജപ്പാനിൽ അടിയുണ്ടാക്കുമ്പം വന്ന് കാറിൽ കിടക്കുമ്പം ആലോചിച്ച് നോക്കിയാണല്ലോ. ലോജിക്ക് പറയുന്നിടത്താണെങ്കിൽ മിസൈൽ ഇതൊക്കെ ഉള്ളിടത്താണ് അളിയൻ വെറും കോടാലിയും കൊണ്ടാണ് ചൊറിഞ്ഞ് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതിൽ പരമൊന്നും വേറെ ഒന്നുമില്ല. ഏകദേശം ഫസ്റ്റ് സീനാണ് ഈ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇനിയുള്ള സീനുകളും പടത്തിൻ്റെ ഗതിയും ഇതൊക്കെ തന്നെയാണ്. വില്ലൻ, എനിക്ക് ഫഹദ് ഫാസിലിനോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് താങ്കൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഫിലിം ഫീൽഡിൽ തിരിച്ചു വരവെന്ന് പറഞ്ഞ സംഭവം വളരെയേറെ ഇഷ്ടമാണ്. താങ്കളുടെ പ്രകടനമെല്ലാം മികച്ചതാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ പദ്ധതികളുടെ ഭാഗമാവരുത്. നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ പടം, എങ്കിൽ അത് ഗംഭീരമായിരിക്കും. മറ്റുള്ളവർ നിങ്ങളെ സെലക്ട് ചെയ്യരുതെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി 2025 നിങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന സിനിമകളാവട്ടെ. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ 3 ഫിലിമും, അത് ബൊഗൈൻവില്ല, അതുപോലെ തന്നെ പുഷ്പ 2, അതുപോലെ തന്നെ വേട്ടയനിലും അദ്ദേഹത്തിന് 2 മാർക്ക് ഇവിടെ ഇട്ടിട്ടുള്ള പരിപാടിയാണ് മൂപ്പര് കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് യുവതാരത്തിൽ നമുക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു നടനാണ് ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏതൊരു നടനും അഭിനയിക്കാൻ പറ്റും, പക്ഷേ ഡയറക്ടർ പറയും പോലെ എന്നുള്ളതാണ്. അപ്പം നല്ല ഡയറക്ടറിനെയും അതുപോലെ നല്ല സ്ക്രിപ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഫഹദ് ഫാസിലിനെ ഇനിയും ഉയർന്നു വരണം എന്നുള്ളതാണ്. ആത്മീയ ഭാഷ സിനിമ നിർമ്മാതാക്കളോട് ഒറ്റ അഭ്യർത്ഥനയും ചെറുക്കനെ നശിപ്പിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളൊരു സ്വത്താണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് വിളിച്ച് കളിയാക്കണ പരിപാടി ഇതോടുകൂടി നിർത്തുക. സാരി എടുത്തുള്ള കടി തിരികരുത്. അങ്ങനൊരു സീൻ, അതായത് പുഷ്പ 2 ഒരു എന്താണ്
സാരി ഉടുത്തുള്ള അറഞ്ചം മുറഞ്ചം കടിയുണ്ട്. ഇപ്പോൾ അല്ലു അർജുൻ ആയതുകൊണ്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ആ കടി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രമുഖ യൂട്യൂബേഴ്സൊക്കെ അതിനെ എടുത്ത് വെച്ച് ട്രോളുന്നുണ്ട്. മൂപ്പരെ കടി കണ്ട് നേരത്തെ ടീസറിൽ വന്ന പുലി ഒതുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പുലി നാട് വിട്ടിട്ടുണ്ടാവും. അമ്മാതിരി കടിയാണ് നമ്മുടെ അല്ലു അർജുൻ ബാക്കിയുള്ളവന്മാർക്കിട്ട് കടിക്കുന്നത്. ശരിക്കും നമ്മൾ അല്ലു അർജുനാണ് കടിക്കും. അതിലും ഒരു പോസിബിലിറ്റി നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം വേറൊന്നുമല്ല, മാസ് പടമാണേ, ലോജിക്കിന് ലെവലേഷൻ ഒരു സാധ്യത പോലും എൻ്റെ അകത്തില്ല എന്നുള്ളതാണ്. ഹെലികോപ്റ്റർ അതിൻ്റെ ഒരു ബ്ലേഡ് ഒരു ഭിത്തി തട്ടുന്നുണ്ട് ഒരു ഗുഹയ്ക്കകത്ത് ഇറക്കുമ്പം. സാരമില്ല, അല്ലു അർജുനാണ്. പിന്നെ ഗർഭിണിയായ ഒരു ഭാര്യയ്ക്ക് നല്ല കെയറാണ് വേണ്ടത് ഫസ്റ്റ് തന്നെ. പിന്നെ ക്ഷേത്രത്തിൽ വെച്ചുള്ളൊരു ഡാൻസ് ഉണ്ട്, അത് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക എന്നുള്ളതാണ്. എൻ്റെ പൊന്നേ, ഒരിക്കലും അത്തരത്തിൽ ആരും അനുകരിക്കുകയും ചെയ്തത്, പ്രത്യേകിച്ച് പ്രഗ്നൻസി പീരീഡിൽ. ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണും. ഇത്രയും വൃത്തിയായിട്ട ഡാൻസിൻ്റെ സ്റ്റെപ്പ്, അതുപോലെ തന്നെ ഈ മുതുകത്തടി, ഇങ്ങനൊരു അടിയുണ്ട്. ഇത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിക്കണം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം. ചിന്താഗതി ഇത് കേരളത്തിൻ്റെ പ്രശ്നമായിരിക്കാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണ സമയത്ത് 820 കോടി ആയെന്ന് തോന്നുന്നു. 800-ന് മുകളിൽ എന്തായാലും ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. 1000-ലെത്തും താമസിക്കാതെ എന്നുള്ളതാണ്. സിനിമാ നിർമ്മാതാക്കൾക്ക് വേണ്ടത് പൈസയാണ്. അവരിറക്കിയ പൈസ അതിനേക്കാളും തിരിച്ച് പിടിക്കുക എന്നുള്ളതാണ്. അവർ ഹാപ്പിയാണ്. പടം ഓവറോൾ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇത്തരം ലോജിക്ക് പരമായിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമായിട്ട് തോന്നുമെങ്കിലും പിന്നെ പടം മൊത്തത്തിൽ കാണുമ്പം സമയം വലിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളതൊക്കെ തമാശയായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. പിന്നെ ആരോ ഒരാൾ നെഗറ്റീവിൽ നിന്ന് തുടങ്ങി ബാക്കിയുള്ളവർ അതിൻ്റെ പിന്നിൽ പിടിച്ച് പിന്നെ അതൊരു ഹരമായി പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ട്രോളുന്നതിലൂടെ കിട്ടിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പിന്നെ അത് ട്രോൾ ഒരു വഴിക്ക് നടക്കുന്നു. നല്ലൊരു കളക്ഷൻ പുഷ്പ 2-ന് മറ്റൊരു വഴിക്ക് നടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ റൺവേ ഇല്ലേ, അതും ഇതൊക്കെ ഏകദേശം ഒന്ന് തന്നെ. അതും ഇതും കഥ അതിൻ്റെ ത്രെഡെന്ന് പറയണത് പിന്നെ ഏകദേശം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഇത് ബിഗ് ബഡ്ജറ്റ്, മറ്റേത് ലോ ബഡ്ജറ്റ്, അത്രയേ ഉള്ളൂ. ഫഹദ് ഫാസിലിനെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിച്ച് അളിയനെ മാച്ച് കളഞ്ഞ് കുറച്ച് ലാസ്റ്റ് എത്തുമ്പം ഫഹദ് ഫാസിലല്ല, അതില്ല വില്ലൻ എന്നുള്ളതാണ്. വില്ലൻ കഥാപാത്രം ഇല്ല, മറ്റൊരാളായി കഴിഞ്ഞു. എന്തായാലും പുഷ്പ എന്നത് പിന്നെ കളക്ഷൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ സത്യമാണെങ്കിൽ ഫയറായിക്കൊണ്ടിരിക്കുകയാണ്. ഫയറാവട്ടെ, കാര്യങ്ങൾ ഉഷാറാവട്ടെ. മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് FFA വിത്ത് അസർ പിന്നെ വരുന്നതാണ്.